നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം ബെന്യാമിൻ്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന പുസ്തകമാണ്. മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, അതുപോലെ അറേബ്യൻ നോവൽ ഫാക്ടറി എന്നിങ്ങനെ രണ്ട് പുസ്തകങ്ങളാണ് അദ്ദേഹം ഈ ഒരു പുസ്തകത്തിന് കീഴിൽ എഴുതിയിരിക്കുന്നത്. ഈ രണ്ട് പുസ്തകങ്ങളെ കുറിച്ച് ബെന്യാമിൻ തന്നെ പറഞ്ഞിരിക്കുന്നത്, ആദ്യവും അന്തവും കാണാനാവാതെ പരസ്പരം വായിലകപ്പെട്ടിരിക്കുന്ന രണ്ട് സർപ്പങ്ങളെ പോലെ വായനക്കാരൻ അനുഭവപ്പെടുമെന്നാണ്. അതായത് ഒരു നോവൽ വായിച്ചു കഴിഞ്ഞാൽ മറ്റൊരു നോവൽ വായിക്കാനുള്ള ഒരു ത്വര വായനക്കാരനിൽ ഉളവാക്കും എന്നതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അറേബ്യൻ രാജ്യങ്ങളെ ഊറ്റംകൊള്ളിച്ച് മുല്ലപ്പൂ വിപ്ലവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അറേബ്യൻ രാജ്യങ്ങളിൽ ജോലി ചെയ്തിരുന്ന പാകിസ്ഥാനികളും ഇന്ത്യക്കാരുമായിട്ടുള്ള ഒത്തിരി ആൾക്കാരുടെ അനുഭവങ്ങൾ ഈ പുസ്തകത്തിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. പൊതുവെ പൊളിറ്റിക്കൽ ആസ്പെക്റ്റുകളോ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റുകളോ ഉള്ള പുസ്തകങ്ങൾ വായിക്കുന്നതിനോട് ആൾക്കാർക്ക് താല്പര്യം കുറവാണ്. അതിലൊരാളായിരുന്നു ഞാൻ. എന്നാൽ എൻ്റെ അത്തരം ചിന്താഗതികളെ മാറ്റിമറിച്ച ഒരു പുസ്തകമായിരുന്നു മുല്ലപ്പൂ നിറമുള്ള പകലുകൾ. ഇത്തരം ഒരു കണ്ടന്റുള്ള പുസ്തകമാണെന്ന് അറിയാതെ എടുത്ത് വായിക്കുകയും എന്നാൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി വായിച്ചു തീർക്കാൻ കഴിയുകയും ചെയ്ത ഒരു പുസ്തകമാണിത്. സമീറ എന്ന പാകിസ്ഥാൻ പെൺകുട്ടി അറേബ്യൻ രാജ്യങ്ങളിൽ ഇതിൽ പറഞ്ഞു പോകുന്ന രാജ്യത്തെക്കുറിച്ച് അതായത് എഴുത്തുകാരൻ പരാമർശിക്കുന്നില്ല. ഏത് രാജ്യമാണെന്നോ ആരാണ് അവിടുത്തെ റൂളിംഗ് പവർ എന്നോ അദ്ദേഹം പരാമർശിക്കുന്നില്ല. അതിനർത്ഥം ഏതൊരു അറേബ്യൻ രാജ്യത്തും ഒരേപോലെ സംഭവിച്ചൊരു കാര്യമാണ് എന്നുള്ളതാണ്. അറേബ്യൻ രാജ്യങ്ങളിൽ ആർജയായി വർക്ക് ചെയ്യുന്ന സമീറ എന്ന പാകിസ്ഥാനി പെൺകുട്ടിയുടെ ഡയറി രൂപത്തിലാണ് കഥ നടന്നു പോകുന്നത്. ഇതിലൂടെ തന്നെ അവിടെ നടക്കുന്ന മുല്ലപ്പൂ വിപ്ലവവും അവിടുത്തെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ എഴുത്തുകാരൻ പറഞ്ഞു പോകുന്നുണ്ട്. ഇതിലെ വളരെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് എഴുതിയിരിക്കുന്നത് സമീറ എന്ന പെൺകുട്ടി തന്നെയാണെന്നും അത് ബെന്യാമിൻ പകർത്തി എഴുതിയതാണെന്നും പറയപ്പെടുന്നുണ്ട്. ആൾക്കാരിലേക്ക് ഈ മുല്ലപ്പൂ വിപ്ലവം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ആസ്പെക്റ്റിനെ കുറച്ചുകൂടി നന്നായി ഒരു കഥയുടെ രൂപത്തിൽ എത്തിക്കാൻ വേണ്ടി ഈ പുസ്തകത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സമീറ എന്ന പെൺകുട്ടിയുടെ പിതാവ് അവിടെ കുടിയേറി പാർക്കുകയും അവിടെ പോലീസ് ഫോഴ്സിൽ വർക്ക് ചെയ്യുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു. ഇവിടുത്തെ അതോറിറ്റി, റൂളിംഗ് പവറിനെ മജസ്റ്റി എന്നാണ് പുസ്തകത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത് ആരാണെന്ന് എന്താണെന്ന് പരാമർശിക്കുന്നില്ല. ഈ മജസ്റ്റിയുടെ കീഴിൽ പോലീസ് ഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന വിദേശികളായിട്ടുള്ള ആൾക്കാർക്കെതിരെ അവിടുത്തെ സ്വദേശത്ത് അതേ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ നടത്തുന്ന യുദ്ധവും അതുപോലെ തന്നെ വയലൻസും ഒക്കെയാണ് കഥയിലൂടെ പറഞ്ഞു പോകുന്നത്. ഇതുപോലെ കുടിയേറി പാർത്ത ഒരാളാണ് സമീറ. പക്ഷേ സമീറ ഒരു ഗിറ്റാറിസ്റ്റ് ആണ്. അവൾക്ക് അവിടുത്തെ ആൾക്കാരുമായി ചേർന്ന് സ്ട്രിംഗ് വാക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ബാൻഡൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ ആ ബാൻഡിൽ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ബാൻഡ് പാടാൻ പോകുന്ന സമയത്ത് അവൾ അവിടെയുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. സോ സമീറ എന്ന പെൺകുട്ടിയുടെ ഒരു കൺഫ്യൂഷൻ ഇതിൽ പറയുന്നുണ്ട്. ആരുടെ ഭാഗത്താണ് ശരി? ഇതുപോലെ ജീവിക്കാൻ വേണ്ടി കുടിയേറി പാർത്ത നമ്മുടെ ഭാഗത്താണോ, അതോ സ്വന്തം നാട്ടിൽ ജോലി പോലും ലഭിക്കാതെ വലയുന്ന ഇങ്ങനെ കുടിയേറി വന്നവർ തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെടുന്ന അതേ രാജ്യക്കാരുടെ ഭാഗത്താണോ ശരി എന്നൊരു കൺഫ്യൂഷനിലൂടെ സമീറ കടന്നു പോകുന്നുണ്ട്. അതേ ഒരു കൺഫ്യൂഷൻ വായനക്കാരുടെ മനസ്സിലും വന്നു പോകുന്നു എന്നുള്ളതാണ് ശരി. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ പുസ്തകം ഒരു നല്ല വായനാനുഭവമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുല്ലപ്പൂ നിറമുള്ള പകലുകൾ ബൈ ബെന്യാമിൻ. താങ്ക് യു.